MSC എൽസാ-3 എന്ന് പറയുന്ന കപ്പല് മറഞ്ഞ സമയത്ത് വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു വിഷയത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് സർക്കാർ തന്നെ ഒരു നിലപാടെടുക്കുന്നു. വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നു. പക്ഷേ ഈ മാസങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും ഇതിന്റെ പേരിൽ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശരിക്കും ചേട്ടൻ എന്താണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം? പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ അന്ന് ഉൾക്കടലിൽ പണിക്ക് പോയപ്പോൾ 25 മൈലേജാണ്. 25 മൈലേജിൽ പോയപ്പം കണ്ടെയ്നർ ഇടിച്ച് എന്റെ എഞ്ചിനും മൊത്തം നഷ്ടമായി പോയി. പിന്നെ വല മൊത്തം വല ഒരു 65 കിലോ വല പോലും നഷ്ടമായി. വള്ളത്തിന് കേടുപാട് ഉണ്ടായി. അടിയിൽ കയറി വള്ളങ്ങൾ മൊത്തം എങ്ങനെയാണ് രക്ഷപ്പെട്ട് വന്നത് ഈ ബാറിലും പൊതിഞ്ഞു കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവന്ന് ഇവരെ കോസ്റ്റ് ഗാർഡാണ് എടുത്തിട്ട് അവർ കണ്ട് എല്ലാ കാര്യങ്ങളെല്ലാം കണ്ട് റിപ്പോർട്ടെല്ലാം ചെയ്ത് കറക്റ്റ് ക്ലിയർ ആയിട്ട് അവർ കണ്ട് പറഞ്ഞു നമ്മുടെ എഞ്ചിന് കംപ്ലൈന്റ് എങ്ങനെയായത്, വലകൾ എങ്ങനെ നഷ്ടപ്പെട്ടതെല്ലാം അവർ കണ്ടിട്ട് പറഞ്ഞ് അവർ തന്നെ പറഞ്ഞത് നമുക്ക് വേണ്ട ഒരു സാധനം അവർ ചെയ്തു തരുമെന്നാണ്. അതിന്റെ റിപ്പോർട്ട് വരെ എന്റെ കയ്യിലുണ്ട്. ഇന്ന് വരെ എനിക്ക് ഇതുവരെ എന്റെ വള്ളം അങ്ങനെ തന്നെ വച്ചിരിക്കും, പണിക്കൊന്നും പോവാതെ. മാസങ്ങൾ 1.5 കഴിഞ്ഞു എന്റെ എഞ്ചിന് ഇതുവരെ നടന്നില്ല. നമ്മളെങ്ങനെയാണ് മക്കളെ പോറ്റി വളർത്തേണ്ടത്? മക്കൾക്ക് പഠനം കൊടുക്കണ്ടേ? നമ്മളെ ഒരു ജോലി ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ മത്സ്യത്തൊഴിലാളിയാണ്, അന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ്. മക്കളുടെ പഠനം നോക്കണം, മക്കളുടെ ആഹാരം, മക്കളുടെ വസ്ത്രങ്ങൾ നോക്കണം. ഇതെല്ലാം നോക്കണം. നമുക്ക് പണിക്ക് പോയാലേ കാര്യം നടക്കത്തുള്ളൂ. നമ്മളെ വയക്കിന് മുകളിൽ കിടക്കുന്ന നമുക്ക് എങ്ങനെയാണ് മക്കളെ പോറ്റി വളർത്തേണ്ടത്? ഇതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കാൻ ഇതുവരെ ഒരു അനുഭവം നമുക്ക് തന്നിട്ടില്ല. നമ്മൾ കയറി ഇറങ്ങി നമ്മുടെ കാലും കയ്യും കാലും വേദനിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് തീർച്ചയായും നമുക്ക് അങ്ങനെ കിട്ടുമെന്നാണ് എനിക്ക് ഉറപ്പുണ്ടാവുന്നത്. ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നശിച്ചു പോകും. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നതാണ് നമ്മുടെ ലൈസൻസ്, എല്ലാ കാര്യങ്ങളും എല്ലാം അവരുടെ ഉണ്ട്. നമ്മളെടുത്ത എഞ്ചിന്റെ ലൈസൻസ്, വള്ളത്തിന്റെ എല്ലാ റെക്കോർഡ് അവരെ സർക്കാരിന്റെ കയ്യിലുണ്ട്. സർക്കാരിന്റെ അടുത്തോട്ടെ. ഇപ്പൊ എനിക്ക് നഷ്ടമായത് എനിക്ക് ഒരു 65,000 പുറത്ത് എനിക്ക് നഷ്ടം, എനിക്ക് മാത്രം. കിടക്കുന്ന തീരദേശ മോളിൽ എത്രയാണ് ലക്ഷം നഷ്ടമായെന്ന് പറഞ്ഞിട്ട് അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അന്ന് വിഴിഞ്ഞത്ത് പണിക്ക് പോയത് 80 വള്ളം പോലെ ഈ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവരെടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. അവർക്ക് എല്ലാം നഷ്ടമായിട്ട് വന്ന ആൾക്കാരാണ്. ഇതുവരെ അവരെ ഒന്നും ഗവനിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് പോവേണ്ടത്? ഇന്ന് നമ്മൾ പണിക്ക് പോകുമ്പോൾ നമ്മൾ പേടിയാണ് പണിക്ക് പോകുന്നത്. ഈ കപ്പലിനെ കണ്ട് ഉണ്ട്, തീർച്ചയായും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 4-5 കപ്പൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞ ഹാർബറിന്റെ അകത്ത്. നമ്മളെ എവിടെ കൊണ്ട് വിടാനാ? വല എവിടെ കൊണ്ട് വിടാൻ വേണ്ടി വിട്ടു കഴിഞ്ഞാൽ ഒഴുക്കിന് വരും. ഒഴുക്കെന്ന് പറഞ്ഞാൽ അവൻ കയറ്റി വിടാൻ പോകും. ആ വല മൊത്തം നഷ്ടമായി കഴിഞ്ഞു. അങ്ങനെയാണ് തീരദേശം മൊത്തം പേടിച്ച് ജീവിക്കുന്നത്. ഇതിനൊരു പരിഹാരം സർക്കാർ കണ്ടെത്തട്ടെ. വേണ്ട നടപടികളൊക്കെ ഉടൻ തന്നെ കൈക്കൊള്ളൂ എന്നുള്ളൊരു വാഗ്ദാനം ഈ ഒരു സന്ദർഭത്തിൽ, അതായത് പ്രശ്നം ഉണ്ടായ സമയത്ത് സർക്കാർ ഉൾപ്പെടെ തന്നിരുന്നു. എനിക്ക് കോസ്റ്റ് ഗാർഡ് എനിക്ക് തന്നിട്ടുണ്ട് ഈ സാധനം. കോസ്റ്റ് ഗാർഡ് തന്നിട്ട് പറഞ്ഞ എങ്ങനെന്നറിയാമോ, നിങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ട് ആ സാധനം അവർ കണ്ടതാണ്. ഇപ്പം വെറുതെ റിപ്പോർട്ട് തന്നതല്ല. എനിക്ക് അവർ വന്ന് കണ്ട് നിന്റെ എഞ്ചിന്റെ കംപ്ലൈന്റ് വർക്ക്ഷോപ്പിൽ പോയി കണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ റിപ്പോർട്ടുകളെല്ലാം എഴുതിയതാണ്. കണ്ടിട്ടാണ് എന്റെ റിപ്പോർട്ട് ഇവിടെ എഴുതി എനിക്ക് തന്ന് മത്സ്യപ്പെട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മത്സ്യപ്പെട്ട് കൊണ്ട് കൊടുത്ത് കാര്യങ്ങൾ അവർ കൊടുക്കുന്നത് അയച്ചിട്ടുണ്ട് തരാം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി? ഇത് ശരിയായാൽ, ഈ ഇഞ്ചിന് ശരിയായാലേ, വല കിട്ടിയാലേ, വള്ളം ശരിയാക്കിയാൽ മാത്രമേ എനിക്ക് മുൻപോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ മെയ് 25-ാം തീയതിയാണ് MSC എൽസാ-3 കപ്പൽ അപകടമുണ്ടായത്. അതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ നല്ല രീതിയിൽ അവരുടെ തൊഴിലിനെ അത് ബാധിച്ചിട്ടുണ്ട്, സാമ്പത്തിക അവസ്ഥയെ ബാധിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു റിപ്പോർട്ട് കരിങ്കുളം ഗ്രാമപഞ്ചായത്തിൽ തീരദേശ വാർഡുകളായ 12 വാർഡുകളിലാണ് ഈ ഡേറ്റ നമ്മൾ എടുത്തിട്ടുള്ളത്. അവിടുത്തെ മത്സ്യക്കച്ചവട സ്ത്രീകളും അവിടുത്തെ അല്ലാതെ തന്നെ ഹൗസ് വൈഫായിട്ടുള്ള സ്ത്രീകളൊക്കെയാണ് ഈ ഒരു ഡേറ്റ എടുക്കാനായിട്ട് നമ്മളെ സഹായിച്ചത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്, ഇപ്പോൾ തന്നെ ഡെൻസൺ എന്ന മത്സ്യത്തൊഴിലാളി ഉണ്ട്. അദ്ദേഹത്തിന്റെ വള്ളത്തിൽ തന്നെ
അതായത് മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടയിൽ ഷിപ്പില് കണ്ടെയ്നറും ബാറിനും തട്ടി എഞ്ചിന് സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിപ്പോ ഇപ്പോഴും വർക്ക്ഷോപ്പിലാണ്. പിന്നെ വല ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 65 കിലോ വലയാണ് ബാറിലൊക്കെ കീറി നഷ്ടമായത്. ഇതുപോലെ സമാനമായിട്ടുള്ള നിരവധി മത്സ്യത്തൊഴിലാളികൾ തീരദേശത്തുണ്ട്. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടുകൾ അഡ്രസ് ചെയ്യുക എന്ന ദൗത്യവുമായിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. അത് കരിങ്കുളം ഗ്രാമപഞ്ചായത്ത്, തീരദേശ പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു കേസ് സ്റ്റഡി നടത്തിയത്. ഇപ്പോ അമൃത ഇവിടെ പങ്കുവച്ചതുപോലെ നിരവധി വില്ലേജുകളിൽ പോയാൽ സമാനമായിട്ടുള്ള നിരവധി ദുരിതമുണ്ടാവും. ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ ബുദ്ധിമുട്ട്, അവരുടെ തൊഴിൽ നഷ്ടം, വരുമാന നഷ്ടം, നിരവധി പേര് വായ്പകൾ എടുത്തിട്ടുണ്ട് ഈ സമയങ്ങളിലൊക്കെ ജീവിക്കാനായിട്ട്. ഈ സമയങ്ങളിലാണ് പിള്ളേരുടെ +1 അഡ്മിഷന് വേണ്ടി ഓരോ സ്കൂളുകളിലും തുക കെട്ടിവെക്കാൻ പോലും മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടേറിയിട്ടുള്ള സമയവും കൂടിയായിരുന്നു ആ സമയം. ഒരു സീസൺ സമയത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടവും മീന് കിട്ടാത്ത കേച്ചസ് പോലും കൂടുതൽ ഇല്ലാത്ത അവസ്ഥയായിട്ടുള്ളൂ ആ സമയത്ത്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉണ്ടാവണം. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുക്കണം. ഹൈക്കോടതിയിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പെറ്റീഷൻ ചെയ്യാനായിട്ടൊക്കെ സർക്കാർ ഇതിന്റെ ഉദ്യമത്തിന് പങ്കാളിത്തം ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നേരത്തെ വൃത്തിൽ പറഞ്ഞതുപോലെ വലകൾക്ക് നഷ്ടമുണ്ടെന്ന്, അതിലൊരു വലയാണിത്. ഇതിലും കൂടുതൽ വലകൾ അക്രോസ് സ്റ്റേറ്റ് നഷ്ടമായിട്ടുണ്ട്. ആൻഡ് ഒരു വലയ്ക്ക് റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നഷ്ടം പരിഹരിക്കാൻ 5 ലക്ഷം രൂപ വരെയാണ് ചെലവാകുന്നത്. ഇപ്പൊ ഇവിടെ കാണിക്കുന്ന പോലെ MSCയുടെ മൗനം, MSCയുടെ അഹങ്കാരം, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനാണ് ഇപ്പൊ ഇവിടെ ഈ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത്. ഈ വല പുള്ളിവിളിയിൽ നിന്ന് തന്നെ ഞങ്ങൾ കളക്ട് ചെയ്തതാണ്. കൂടുതൽ സംസാരിക്കാനായി KCMTFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ജാക്സൺ പ്രിയമുള്ളവരെ, ഇന്നിവിടെ ഈ പഠന റിപ്പോർട്ട് റിലീസ് ചെയ്യുമ്പോൾ MSC എൽസ കമ്പനിയുടെ MSC എൽസ കപ്പലപകടം കേരളത്തിന്റെ തീരക്കടലിൽ വിതച്ച ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ 9,532 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. നടപടിക്രമങ്ങള് അങ്ങനെ പോകുമ്പോൾ ഏതാണ്ട് ഒരു 4 ദിവസം മുൻപ് ഹൈക്കോടതി മുമ്പാകെ തന്നെ MSC എൽസ കമ്പനി നഷ്ടം സംഭവിച്ചവർക്കും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നവർക്കും ഈ വരുന്ന 18-ാം തീയതിക്കുള്ളില് ഹൈക്കോടതി മുമ്പാകെ ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഗവൺമെന്റ് ഫയൽ ചെയ്ത സൂട്ടിൽ തന്നെ ഏതാണ്ട് 1.25 ലക്ഷത്തോളം വരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഈ കപ്പലപകടം നാശം വിധിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് 9,532 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും ഗവൺമെന്റ് ആവശ്യപ്പെടുമ്പോൾ നാശനഷ്ടം ഉണ്ടാക്കിയ കമ്പനി തന്നെ പറയാണ് ഞങ്ങള് 132 കോടി രൂപ നാശനഷ്ടമേ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ വിചിത്രമായ ഒരു അഭിപ്രായമാണ്. ഇതെവിടുന്ന്, എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ഏജൻസി കൊടുത്ത നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 132 കോടി രൂപയുടെ അപകടമേ ഞങ്ങൾ വരുത്തിയിട്ടുള്ളൂ എന്ന് MSC എൽസ കമ്പനി ഹൈക്കോടതി മുമ്പാകെ അറിയിച്ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ വിഷയത്തില് ഈ 18-ാം തീയതിക്കുള്ളില് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നവരെ കോടതി മുമ്പാകെ ഹാജരാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികളുടെ വലകള് കേരളത്തിൽ വ്യാപകമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലെ തീരദേശ വാർഡുകളിലെ നഷ്ടം മാത്രമാണ് 54 ലക്ഷം രൂപ ഇവിടെ പ്രാഥമികമായിട്ടൊരു പഠനത്തിൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. അത് കാസർഗോഡ് വരെ വരുമ്പോഴുള്ള നഷ്ടപരിഹാരം നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസവും കോഴിക്കോട് ജില്ലയിൽ നിന്ന് പോയ 2 വള്ളങ്ങളുടെ വില നഷ്ടപ്പെട്ടു. അത് തന്നെ 15 ലക്ഷം രൂപയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആ വള്ളങ്ങളുടെ 2 മാത്രം. ആലപ്പുഴ ജില്ലയിലെ മാത്രം അതിന്റെ 50-ലധികം വള്ളങ്ങളിലെ വില നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോഴ് യന്ത്രവൽകൃത മേഖലയിൽ ട്രോളിംഗ് ബോട്ടുകളിലെ നിരവധി വലകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴേ വളരെ ഭീമമായ നഷ്ടം മത്സ്യബന്ധനത്തിന് പോയതിലൂടെ മാത്രം മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കപ്പലപകടം വരുത്തിയ പരിസ്ഥിതി വിനാശം മൂലം അനന്തഭാവിയിൽ ഉൾപ്പെടെ കേരളത്തിലെ മീൻപിടുത്ത സമൂഹത്തിന് സംഭവിക്കാൻ പോകുന്ന നഷ്ടങ്ങള് നമുക്കാർക്കും തിട്ടപ്പെടുത്താൻ പറ്റുന്നതിലധികമാണ്.
ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കെ 132 കോടി രൂപയുടെ നഷ്ടം ഞങ്ങൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന് അർഹതയുള്ളവര് 18-ാം തീയതി ഏറ്റവും ചുരുങ്ങിയ ദിവസമാണ് 7 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് 1.25 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം അവന്റെ നഷ്ടം തെളിവുകളുമായിട്ട് ഹാജരാകാനാണ് വന്നിരിക്കുന്നത്. എന്താണ് തെളിവായിട്ട് ഞങ്ങൾക്ക് അവരുടെ മുന്നിൽ ഹാജരാക്കാനുള്ളത്? ഇത്തരം വലകള്, ഈ നഷ്ടപ്പെട്ട വലകളുമായി ചെന്ന് വലിയ ലോറികളിൽ വിളിച്ച് ഹൈക്കോടതിയുടെ മുന്നിൽ ചെല്ലേണ്ടി വരും. ഇതാണ് ഞങ്ങളുടെ ഏക തെളിവ്. ഞങ്ങളെ വല പോയതിന് പല തീരദേശ പോലീസ് സ്റ്റേഷനുകളിൽ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ട് അതിന് റെസീപ്റ്റ് പോലും കൊടുത്തിട്ടില്ല. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും നഷ്ടം എന്താണെന്ന് കൃത്യമായിട്ട് തിട്ടപ്പെട്ടിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തില് തെളിവ് ഹാജരാക്കുവാൻ നഷ്ടപ്പെട്ട വലകളുടെ ഫീസും പുതുതായി വലകളുടെ വാങ്ങിച്ച ബില്ലുകളും മാത്രമേ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാകത്തുള്ളൂ. ഈ സാഹചര്യത്തില് ഗവൺമെന്റ് ഈ 32 കോടി രൂപ അല്ല, ഗവൺമെന്റ് ഉന്നയിച്ചിരിക്കുന്ന 9,532 കോടി രൂപയാണ്. അതിലധികം എന്ന രീതിയിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്, തീരദേശ നിവാസികൾക്ക് സംഭവിച്ച നഷ്ടം നേടിക്കൊടുക്കുവാനുള്ള തടസ്സ ഹർജിയുമായിട്ട് ഗവൺമെന്റ് ഈ വിഷയത്തിൽ ചെയ്യാവുന്ന നിയമപരമായ എല്ലാ സാധ്യതകളും മീൻപിടുത്ത സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.